ഹലോ അമിക്കിൻ സർവൈവൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടുണ്ടായ ഒരു പാട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വർഷം മറ്റേ മെഹോ വാട്ടർ ലേക്കിൽ നിന്ന് ചാടി ഓടി വന്നിട്ടുണ്ടായി. മാസ്റ്റർ ലാംഗ്ലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ദേ തുടങ്ങിയപ്പോൾ തന്നെ 2 സ്പിയർ കിട്ടി. അടുത്ത സ്പിയർ അവിടെ കിടക്കണം ഗൈസ്. നമ്മളിന്ന് എൽഡർ ഗ്ലോ മെഡോസിലേക്ക് പോകും ഗൈസ്. അവിടെ നിന്ന് കുറച്ച് സംഭവമൊക്കെ എടുക്കാനുണ്ട് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പയർ ആവാൻ. എന്തത് എന്തോ വാച്ച് ചെയ്താ ഇതൊക്കെ കിട്ടും, കോയിനൊക്കെ കിട്ടുന്ന സംഭവമാണ് ഗൈസ്. എന്തോ ക്ലെയിം ഒന്നും പറഞ്ഞ് നടക്കണ്ടായല്ലോ. ഒരു മിനിറ്റേ ഗൈസ്. അവിടെ എന്തോ ക്ലെയിം ചെയ്യാം, എന്താ നെസ്യൂസ് ജം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സംഭവമാണ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിന്നില്ലേ ഈ ടൂൾസൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് കുറേ ഉണ്ടാക്കണം ഗൈസ്. അതിനുവേണ്ടി നമുക്ക് കുറേ വുഡൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് വുഡൊക്കെ വെട്ടിയെടുക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗ് ഏതാണ്ട് ഫുള്ളായി ഗൈസ്. ബാഗൊക്കെ ഏതാണ്ട് ഫുള്ളായി. അതൊക്കെ നമുക്ക് പുതിയത് ഉണ്ടാക്കണം. നമ്മുടെ ഡ്രസ്സൊക്കെ പൊളിഞ്ഞടക്കാണോ എന്താണ്? ഇവിടുത്തെ മരം മൊത്തം നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളെ മൊത്തം ഞാൻ കാണിക്കുന്നില്ല, ബോറിങ്ങാണ്. അപ്പോൾ മൊത്തം വെട്ടിയിട്ട് വരാം ഗൈസ്. നമ്മൾ മരമൊക്കെ വെട്ടി മെറ്റൽ സ്ക്രാപ്പും കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയൊരു വെപ്പൺ ഉണ്ടാക്കുകയാണ്. ഇതിൽ 40 to 46 വരെയാണ് ഡാമേജ് ഉള്ളത്. നല്ലൊരു വെപ്പണാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വെപ്പൺ ഉണ്ടാക്കണം. മറ്റേ ഈ ആക്സിനും പിക്കാക്സിനൊന്നും വലിയ ഡാമേജ് ഇല്ല ഗൈസ്. നമുക്കത് വെച്ച് വലിയ അമിക്കൻസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വെപ്പൺസ് ആവശ്യമുണ്ട്. പിന്നെ ഈ വെപ്പണൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യണം. ഇതൊക്കെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള അമിക്കിനൊക്കെ വടിയാവും, ഒറ്റയടിക്ക് വടിയാവും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇൻവെൻറ്ററി സ്പേസ് ഇല്ല. അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കാം. ഇത് കണ്ടോ, ഒട്ടുമില്ല ഗൈസ്. നമുക്ക് ഈ സാധനം എടുത്ത് നമുക്ക് കഴിക്കാം. ബെറീസ് നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മൾ ഫുൾ അങ്ങോട്ട് ചിലവാക്കി ഗൈസ്. ഓക്കെ ഇൻവെൻറ്ററി സ്പേസ് ആയിട്ടുണ്ട്. നമ്മളത് എടുത്തു ഗൈസ്. ഇനി നമുക്കത് എക്യുപ്പ് ചെയ്യാം. ഓക്കെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എക്യുപ്പായി ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്തിട്ടിപ്പോൾ ഉണ്ടാക്കണേ ഗൈസ്? മറ്റേ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല, അങ്ങനെയായിരുന്നു. യൂണിവേഴ്സൽ ബോക്സ് അല്ലേ, യൂണിവേഴ്സൽ ബോക്സ് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂല, പിന്നെ അവിടെ ഉണ്ടാക്കാം ഗൈസ്. ഇതെവിടെയാണ് ഉണ്ടാക്കുക? അതിനുവേണ്ടി 5 ലോഗ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 5 മെറ്റൽ സ്ക്രാപ്പ് വേണം. അത് നമുക്ക് എടുക്കണം ഗൈസ്. യൂണിവേഴ്സൽ ബോക്സ് സ്മോൾ സ്റ്റോറേജ് 5 ഐറ്റം മാത്രമേ ഇതിൽ കൊള്ളുള്ളൂ ഗൈസ്. നമുക്ക് വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ മെറ്റൽ സ്ക്രാപ്പ് ഇല്ലല്ലേ. ഗൈസ് നമ്മുടെ കയ്യിൽ മെറ്റൽ സ്ക്രാപ്പ് ഇല്ല. അത് നമുക്ക് പറക്കാൻ പോവാം ഗൈസ്. മെറ്റൽ സ്ക്രാപ്പ് പറക്കാൻ പോവാം ഗൈസ്. പിന്നെ 2 സ്പിയർ വെറുതെ കിടന്ന് കിട്ടാണ് ഗൈസ്. സ്പിയറൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് നമ്മൾ എടുത്തു വയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ മെറ്റൽ സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോയി അത് ആ ഒരു ചെസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഏത് നേരം ഇതിലാണ് വന്ന് തുറക്കണേ ഗൈസ്. ഓക്കെ അത് ഗൈസ് എന്തിങ്ങനെ കുറച്ചുകൂടി ഇവിടെ വയ്ക്കിട്ട് നമുക്കത് ബിൽഡ് ചെയ്യാം ഗൈസ്. ഞാൻ ഇത് മാറ്റാൻ പറ്റുമല്ലോ. ഓക്കെ നമുക്കത് അങ്ങോട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. 30 സെക്കൻഡാണ്. നമുക്കത് ബിൽഡ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളത് ബിൽഡ് ചെയ്തു കേട്ടോ. ഇനി ഇത് ഓക്കെ കൊടുക്കാം. ഓക്കെ ആ കൈയുടെ ബട്ടണിൽ ഇടിക്കാം. നമുക്ക് ഈ കല്ലുകളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം ഗൈസ്. നെക്സ്റ്റ് സ്പീഡ് വെക്കണമില്ലേ ഗൈസ്? അത് നമുക്ക് 40 ഉണ്ട്. ഈ എഗ്ഗൊക്കെ എടുത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് സ്പീഡ് വെക്കണോ എനിക്കറിയില്ല. നമുക്ക് എഗ്ഗ് കയ്യിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ കയ്യിലേക്ക് വെക്കണോ? എന്തിപ്പോൾ ചെയ്യുക ഗൈസ്? നമുക്ക് എഗ്ഗ് കയ്യിലേക്ക് എടുക്കണോ വേണ്ടേ
ഗൈസ് നമുക്ക് നെക്സ്റ്റ് സ്പീഡ് അതിലേക്ക് അല്ലെങ്കിൽ വേണ്ട കൈ വയ്ക്കാം, ആവശ്യം വരും ഗൈസ്. നമുക്ക് സ്റ്റോറേജ് കുറച്ചായുണ്ട്. നമ്മുടെ പ്രൈവറ്റ് സ്റ്റോറേജിൽ 4 സ്ലോട്ട് ബാക്കിയുണ്ട് ഗൈസ്. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇത് 10 മറ്റേ ഈ സ്റ്റോണും പിന്നെ കുറച്ച് മെറ്റൽ സ്ക്രാപ്പും പിന്നെ വേറെ എന്തോ വേണം ഒക്കെ നമുക്ക് പയ്യെ സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി ഒന്നും കൂടി ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. അതും കൂടി ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് കാണാം. ഇതെന്താണ് ഗൈസ്, വെറുതെ സ്പീഡ് വഴി കിടന്നിട്ടാണ്, ഫ്രീ ആയിട്ട് ഇട്ടെന്തല്ലേ, നമുക്ക് എടുത്തേക്കാം. ഓക്കെ, നമുക്കിനി അത് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ദേ പിന്നെയും സ്പീർ ഗൈസ്. ഇത് എന്ത് ന്യായമാണ്, വെറുതെ നടന്നോയോ എന്നെ എവിടെന്നോ വന്നൊരു അമിക്കും പിടിച്ചിടിക്കണം. എനിക്ക് ഹീലിംഗ് ഹെർബ് എടുത്തിട്ട് അവനെ പിടിച്ചടിക്കാം ഗൈസ്. പേരെന്ത് ട്വിങ്കിളോ, ട്വിങ്കിള്. ഓക്കെ, അവനെ തല്ലി കൊന്നളഞ്ഞു ഗൈസ്. ഓക്കെ, അവൻ്റെ മറ്റേ കല്ലും കിട്ടി. നമ്മൾ മറ്റേ അവിടത്തേക്ക് പോവാനുള്ള പ്രിപ്പറേഷനിലും കൂടിയാണ് ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബെറീസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മെറ്റൽ സ്ക്രാപ്പും എല്ലാം കളക്ട് ചെയ്യണം. മെറ്റൽ സ്ക്രാപ്പ് ചന്നം പിന്നെ നമ്മൾ കളക്ട് ചെയ്തോണ്ട് ഇതേ വന്നെ അടുത്തവൻ. മരൊക്കെ എന്താണ് നമുക്കിട്ട് പണിയാൻ വല്ലാണോ ഗൈസ്? നമ്മുടെ അമ്മിക്കും ചിലപ്പോൾ വടിയാവും ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാം ഗൈസ്. ഇത് നമ്മുടെ ബാഗി സ്പേസിൽ ഇപ്പം തന്നെ സ്പേസ് മൊത്തം കഴിഞ്ഞ്. നമ്മുടെ അമ്മിക്കിൻ്റെ ഹെൽത്തൊക്കെ തീരെ കുറവാട്ടോ. നമുക്ക് മൊത്തത്തിൽ 4 അമ്മിക്കിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ അമ്മിക്കിന് അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുക്കാം. നമുക്ക് 20 എണ്ണം ഫുള്ള് ഞാൻ എടുത്ത് 20 എണ്ണം ഫുള്ള് നമ്മുടെ അമ്മിക്കിന് എടുക്കാം. ഓക്കെ, ആ 20 എണ്ണം നമ്മുടെ അമ്മിക്കിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി മെറ്റൽ സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ ചെസ്റ്റ് പിന്നിങ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ നേരെ എൽഡർഗ്ലോ മെഡോസിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. നമുക്കറിയില്ല അവിടെ എങ്ങനത്തെ ടൈപ്പ് അമിക്കൻസ് ആയിരിക്കും ഉണ്ടാക്കാൻ. ചിലപ്പോൾ നമ്മൾ ചാവും ഗൈസ്. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ വടിയാവുന്നു, കാരണം നമ്മൾ ഇതായിട്ടില്ല, അവിടേക്ക് കയറാനുള്ള ഇതായിട്ടുള്ള ഗൈസ്. നമുക്ക് അത്രയും പവറില്ല, നമ്മുടെ കയ്യിൽ അത്രയും പവറില്ല. ഇത് ഗൈസ് ഒരു അമിക്കിന് ഒരു ഫോക്സ് നമ്മുടെ അമ്മിക്കിനെ വിട്ടിട്ടുണ്ട്. ഇവനെ പിടിച്ചലക്കാം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ എടുക്കണം ഗൈസ്. അറിഞ്ഞോ ഗൈസ്, കേറണില്ല അവനായിട്ട്. അയ്യോ, അവൻ പൊട്ടിച്ചറങ്ങി. എടാ, അവൻ ചത്തുപോയി ഗൈസ്. എന്ത് കഷ്ടത്, അവൻ ചത്തുപോയി. അപ്പോഴേക്കും 2 അടി അടിച്ചപ്പോഴേക്കും അവൻ ചത്തുപോയി. മൂഞ്ചി ഗൈസ്. ആ സാധനം വലിയ ഗൈസ്, ആ പച്ച സാധനം കണ്ടോ, അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ ചില വീഡിയോസിൽ കാണുന്നുണ്ട് ഈ ഗെയിമിൻ്റെ. അത് നമ്മളെ പിന്നാലെ ഒന്നടിക്കും. അതിന് ഒരുമാതിരി ഇതാണ് ഗൈസ്, നമ്മളെ പിന്നാലെ ഒന്നടിക്കും. 2 എണ്ണത്തിന് നമുക്ക് കൊന്നളയാം. ഞാൻ പിടിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കൊല്ലാണ്ട് നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ കൊന്നുണ്ട് നൈസായിട്ട് 2 എണ്ണത്തിന്. അതിൻ്റെ ആ കല്ല് കിട്ടി, വിൻഡിൻ്റെ കല്ല്. വിൻഡ് മാജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കേ, എനിക്കിനി ഇതൊക്കെ എടുക്കുക ഗൈസ്. നമ്മളിനി ഇതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മൾ പിന്നെ ഫയർ ഹമിക്കിനെ കണ്ട് ഇപ്രാവശ്യം എങ്ങനെയും നമുക്ക് പിടിക്കണം ഗൈസ്. എറിഞ്ഞോ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ബോൾ എറിഞ്ഞ് അത് ഗൈസ് കിട്ടി ഗൈസ്. അങ്ങനെ ആ മിക്കിനെ നമുക്ക് കിട്ടി. ഈ ഒഗ്ലി പഫിനെ നമ്മളങ്ങ് തീർത്തിറങ്ങിയാണ് ഗൈസ്. എനിക്ക് അതിന് ഇഷ്ടമല്ല, ഒരു പൊട്ട മിക്കിനാണത്. നമ്മളെ വെറുതെ അറ്റാക്ക് ചെയ്യും. ഓക്കേ ഗൈസ്, നമുക്ക് ആ ഫയർ അമിക്കിനെയും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. തേക്കണം വേറൊരു ഫയർ അമിക്കിനെ. എനിക്ക് വയ്യ അതിൻ്റെയും കൂടി അടികൊള്ളാൻ. അതിനെ നമുക്ക് തീർത്ത് കളയണോ? അവിടെ സ്പിയറും കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അടിക്കാം, കയറി അടിക്കാം. നമുക്ക് ആദ്യം സ്പിയർ എടുത്തിട്ടെ നമുക്ക് അടിക്കാം ഗൈസ്. ഓക്കെ, കിട്ടി. അടിച്ച് കൊന്നളഞ്ഞു ഗൈസ് അതിനെ. ഓക്കെ ഗൈസ്, ഇനിയും വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ആ വിൻഡ് മാജിക് യൂസ് ചെയ്യണതിൻ്റെ
അവൻ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. 2 അമ്മിക്ക് നമ്മളെ പിന്നാലെ കൂടി നമ്മളെ കൊന്ന് അടിച്ച് ഓടിച്ച് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ ഓടിപ്പോന്ന്. അയ്യോ, എല്ലാവരും 3 ടൈപ്പ് അമ്മിക്കിലും അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കണ്ടം വഴി ഓടി. ദേ ഗൈസ്, വേറൊരു അമ്മിക്കിൻ. അടിക്കടിക്ക്. അതിനെനിക്ക് വേണം. നിന്നെ ഞാൻ കൊല്ലൂടാ. നിന്നെ എനിക്ക് വേണം. ഞാൻ കൊണ്ടുപോകാം നിന്നെ. അയ്യോ അയ്യോ, ഞാനിപ്പോൾ ചാവും എറിഞ്ഞു ഗൈസ്. ഞാനിപ്പോൾ ചാവും. ചത്തു ഗൈസ്. ഇത് ചത്ത പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ റിവൈവ് അടിച്ചോണ്ട് ഫൈറ്റേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ എഴുതി കാണിക്കണ്ട്. ദൈവമേ, ചത്ത നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണമെങ്കിൽ മൂഞ്ചി ഞാൻ കളി നിർത്തും ഗൈസ്. നമ്മുടെ തുണിയൊന്നും ഇല്ലാണ്ട് എഴുന്നേറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ വരും. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.